തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസമായ ഇന്ന് വോട്ട് വാർത്ത എത്തി നിൽക്കുന്നത് നെടുമങ്ങാട് മണ്ഡലത്തിലാണ്. ഇവിടെ നമ്മുടെ എല്ലാവരുടെയും യുവജനങ്ങളെ പ്രതിനിധിയായ യുവരാജ് ഗോകുലാണ് NDAക്ക് വേണ്ടി ജനവിധി നേടുന്നത്. ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എവിടെ എത്തി പ്രചാരണം? ഞാൻ യുവജനങ്ങളുടെ പ്രതിനിധിയേക്കാൾ കൂടുതൽ ഇപ്പൊ അമ്മമാരുടെ പ്രതിനിധിയായിട്ടാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ എന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, പ്രചരണം നമ്മളിപ്പോൾ ഏറ്റവും മുന്നിൽ തന്നെയാണ് നമ്മൾ മുമ്പോക്കൊണ്ടിരിക്കുന്നത്. തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നുള്ളതിനേക്കാളും കൂടുതൽ ഫുള്ള് ഒരു സെലിബ്രേഷൻ മൂഡിലാണ് നമ്മുടെ പ്രവർത്തകരും മൊത്തത്തിൽ പോകുന്നത്. കംപ്ലീറ്റ് വൈബാണ് ഇവിടെ, ഒരു ഓൺ വൈബിലാണ് ഈ സാധനം ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്ത് വോട്ട് തേടുന്നത് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ടാണ്, അഭിമന്യുവിൻ്റെ ശബ്ദമായിട്ടാണ്. ഇവിടെ ഈ നെടുമങ്ങാട് മരിച്ചുപോയ സിദ്ധാർത്ഥനുണ്ട്, SFIക്കാർ കൊല ചെയ്ത സിദ്ധാർത്ഥൻ. ആ സിദ്ധാർത്ഥന്റെ മരണത്തിനെ കുറിച്ചുള്ള അന്വേഷണത്തിനെ പോലും അട്ടിമറിച്ച ഒരു ഇടതുപക്ഷ ഗവൺമെന്റാണ് ഭരിക്കുന്നതെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് പോലും നിലവിലെ മന്ത്രി കൂടിയായിട്ടുള്ള ഇവിടുത്തെ MLA തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. 3, അദ്ദേഹം ഈ നാട്ടിലെ കുട്ടികളോട് ചെയ്ത വലിയൊരു ദ്രോഹമുണ്ട്. ആ ദ്രോഹം എന്ന് പറയുന്നത് PM ശ്രീ പദ്ധതി അദ്ദേഹം അട്ടിമറിച്ചതാണ്. നോക്കൂ, ആ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ആരാകുമായിരുന്നു എന്നറിയാമോ? ഈ നാട്ടിലെ വിശ്വകർമ്മ സമുദായത്തിലെ കുട്ടികളായിരുന്നു ആ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളാവുന്നത്. കാരണം ഈ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ജീനിലുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ കൂടെ പഠിച്ചപ്പോൾ തന്നെ നമുക്ക് പലർക്കും അറിയാം, നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നവരുണ്ട്. ഇപ്പം ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കാർപ്പൻട്രിയൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ ചെയ്യാൻ പോകുന്ന സമയത്ത് എത്ര ഭംഗിയായിട്ടാണ് അവരത് ഫിനിഷ് ചെയ്ത് നമ്മളെയും കൂടി ഹെൽപ്പ് ചെയ്ത് തരുന്നത് പലപ്പോഴും അവരായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് അവരുടെ സ്കില്ലിനെ വളരെ ചെറുപ്പകാലം മുതൽ ഒരു ചുമ്മാ ഡിഗ്രി എടുക്കാൻ പോകുന്നതിന് മുമ്പ് പകരം ആ സ്കില്ലിനെ ഏറ്റവും നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് PM ശ്രീ പദ്ധതി വഴി അവർക്ക് സാധിച്ചേനെയായിരുന്നു. വിശ്വകർമ്മ സമുദായത്തിലെ കുട്ടികളോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാണ് ഈ PM ശ്രീ പദ്ധതി അട്ടിമറിച്ചതിലൂടെ GR അനിൽ നേതൃത്വം നൽകുന്ന CPI ചെയ്തത്. നമുക്കറിയാലോ, ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർ GR അനിലിനെ പോയി കണ്ടിട്ട് കാലി പിടിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. അട്ടിമറിച്ച് കളയുകയാണ് ചെയ്തത്. അപ്പോൾ സിദ്ധാർത്ഥനെ പോലുള്ള കുട്ടികളുടെ ജീവിതം നശിപ്പിച്ചു. ഈ പറയുന്ന ഒരു വലിയ വിഭാഗത്തിലെ കുട്ടികൾ, ഞാൻ പറഞ്ഞ എല്ലാ വിഭാഗത്തിലെ കുട്ടികൾക്കും അതിനകത്ത് ഉപയോഗം ഉണ്ടാകുമായിരുന്നു. PM ശ്രീ പദ്ധതി വഴി ഉപയോഗം ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ നഷ്ടം അനുഭവിച്ചത് വിശ്വകർമ്മ സമുദായമായിരുന്നു. നേരത്തെ ഏറ്റവും അധികം ഗുണം ഉണ്ടാകേണ്ടിയിരുന്നത് അവർക്കായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു മന്ത്രിക്കെതിരായിട്ടാണ് ഞങ്ങൾ ഇവിടെ ജനവിധി. അത് മാത്രമല്ലല്ലോ, ഈ GR അനിൽ എന്ന് പറയുമ്പോൾ ഭക്ഷ്യമന്ത്രിയാണ്. അദ്ദേഹം പൊതുവിതരണ സംവിധാനത്തിലൂടെ പാവപ്പെട്ടവർക്ക് സൗജന്യമായി ധാന്യങ്ങൾ നൽകുന്നു, പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്നു, അവർക്ക് എല്ലാ കാലത്തും ഭക്ഷ്യക്കിറ്റുകളൊക്കെ നൽകുന്നു. അതൊക്കെ ഞങ്ങളുടെ സർക്കാരാണ്, ഞങ്ങളുടെ സർക്കാരിൻ്റെ നേട്ടമാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം വോട്ടിൽ പോലും അത് ഉപയോഗിക്കുകയാണ്. പക്ഷേ സാധാരണക്കാർക്കറിയാം, നമ്മൾക്കറിയാം, ഈ റേഷൻ കടകളിലൂടെ വരുന്നതൊക്കെ ആരുടെ ധാന്യങ്ങളാണ്, ഏത് പദ്ധതിയിലൂടെ വരുന്നതാണെന്നറിയാം. അങ്ങനെയല്ലേ? എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പണ്ട് ഈ ദേശാഭിമാനി മാത്രം വായിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഈ സാധനമൊക്കെ ഓടുമായിരുന്നു. ഇപ്പൊ അത് ഓടില്ല. ഇന്ത്യയിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് 80 കോടി ആൾക്കാർക്ക് സൗജന്യമായിട്ട് റേഷൻ കൊടുക്കുന്നുണ്ട്. ആ റേഷൻ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ റേഷൻ മുടങ്ങാത്തത്. അല്ലാണ്ട് നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ സംസ്ഥാന സർക്കാർ പോയിട്ട് കൃഷി ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള സംവിധാനം അല്ല ഇവിടെ ഉള്ളത്. അപ്പോൾ അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഈ കാര്യത്തെ കുറിച്ചിട്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആകെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മേനി നടിക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് റേഷൻ മുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. ആ റേഷൻ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഒരു സ്ഥലത്തും മുടങ്ങിയിട്ടില്ല. ഇപ്പൊ അവരത് മേനി നടിക്കുന്ന മറ്റൊരു സാധനം ഉണ്ടല്ലോ, എന്താണ്? പവർ കട്ടില്ലാത്ത 10 വർഷം. പവർ കട്ടില്ലാത്ത 10 അല്ല 12 വർഷം എന്ന് വേണം പറയാൻ. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ പവർ കട്ടില്ലായിട്ടില്ല. അപ്പോൾ അത് പറയില്ല, പകരം 10 വർഷം എന്ന് മാത്രമേ പറയുള്ളൂ. ഈ കൂടംകുളം ആണവ നിലയത്തിനെതിരെ സമരം ചെയ്ത് നടന്നവരാണ് സഖാക്കള്. കൂടംകുളം ആണവ നിലയം വന്നതുകൊണ്ട് മാത്രമാണ്, ഇപ്പോൾ അതിൽ നിന്നുകൂടി കറണ്ട് കിട്ടുന്നത് കൊണ്ടാണ് ഇവിടെ പവർ കട്ടില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേന്ദ്രം നരേന്ദ്രമോദി ഭരിക്കുന്നതിന്റെ ഗുണഫലങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം സത്യമാണ്, പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന്റെ ഗുണങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഇവര് പ്രതിപക്ഷത്താണ് ഇരുന്നിരുന്നതെന്നുണ്ടെങ്കിൽ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള ഒരു കാര്യവും കേരളത്തിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഇവര് പ്രതിപക്ഷത്തായിരുന്നു ഇരുന്നിരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനകത്ത് നമുക്ക് അവരോട് നന്ദി പറയേണ്ടി വരും. കാരണം ഇവര് ഭരണത്തിൽ ഇരുന്നത് കൊണ്ടാണ് വേറെ വലിയ സമരങ്ങളില്ലാതെ പോയത്. ഈ പേരിനെ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? യുവരാജ് ഗോകുൽ എന്നുള്ള പേര് ബാലറ്റിൽ വരുന്നതിനെതിരെ ആദ്യമേ തന്നെ അവർ അതൊക്കെ വളരെ തരംതാണ ഒരു പ്രചാരണ രീതിയാണ്. പേരെന്തുമായിക്കോട്ടെ, അവരുടെ ആശയങ്ങൾ, അവരുടെ പ്രചാരണം ജനങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ.
പിന്നെ അവർക്ക് എന്ത് ആശയമാണെന്നേ ഉള്ളത്. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസമായിട്ട് SDPIക്കാരന്റെ വീട്ടിന്റെ തിണ്ണം നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി, CPMന്റെ സംസ്ഥാന സെക്രട്ടറി അല്ലേ. അപ്പോ അവരുടെ ആശയം മരിച്ചുപോയില്ലേ? മരിച്ചുപോയ ഒരാവശ്യവുമായിട്ടാണ് നമ്മളിപ്പോ ഒരു ആത്മാവിനോടാണ് നമ്മളിപ്പോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രേതത്തിനോടാണ് നമ്മളിപ്പോ പോരാടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്വത്തും നശിച്ചുപോയി, അതിന്റെ ആത്മാവ് മാത്രമേ എന്റെ പ്രേതം മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ. ആ പ്രേതത്തിനോടാണ് ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആശയപരമായി ഇപ്പൊ ആ പ്രസ്ഥാനം ഇല്ല. ഇപ്പോൾ പാർട്ടിയുടെ ഒരു പേരുണ്ട്, ആ പാർട്ടിക്ക് ഒരു ചിഹ്നവും ഉണ്ടെന്നുള്ളതിനപ്പുറത്തേക്ക് ആ പ്രസ്ഥാനത്തിന്റെ ആശയവുമായിട്ട് എന്ത് ബന്ധമായിരിക്കുന്നത്? ഒരു ബന്ധമില്ല. ഇത്രയും ജനപിന്തുണ നമുക്ക് അറിയുന്നുണ്ട്. അപ്പൊ ആൾക്കാരുടെ ഒരു വൈബ് എങ്ങനെയുണ്ട്? മാറ്റം വന്നോ? തീർച്ചയായിട്ടും, അതല്ലേ ഞാൻ പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് വളരെ മുഖ്യധാരാ മാധ്യമത്തിൽപ്പെട്ട ഒരു ആൾ എന്നോട് ഉച്ചയ്ക്ക് ഇന്റർവ്യൂ ചെയ്യാൻ വന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ബാക്കി ആരുടെ കൂടെ ഈ നട്ടുച്ച സമയത്ത് ആളിറങ്ങുന്നില്ല, BJPക്ക് മാത്രമേ നട്ടുച്ച സമയത്ത് ഈ മണ്ഡലത്തിൽ ആളിറങ്ങുന്നത് നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ അത് കാണിക്കുന്ന അത്രയും വലിയ ആവേശമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് ഫുൾ ഓൺ കോൺഫിഡൻസിലാണ്. നമ്മളിപ്പോ എന്തായാലും ഒരു വിശ്വാസ സമൂഹത്തിനൊപ്പമാണ് നിൽക്കുന്നത്. ഇടത് വലത് മുന്നണികൾ വിശ്വാസികൾക്കൊപ്പം എന്ന് ഈ അവസാന നിമിഷം പറഞ്ഞു വെക്കുകയാണ്. നമുക്കറിയാം വിശ്വാസികൾക്കൊപ്പം അവർ ഏത് തരത്തിലാണ് പെരുമാറിയത്, ഏതെല്ലാം തരത്തിലാണ് അവർ ദ്രോഹിച്ചത്, വേദനിപ്പിച്ചത്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ആ പ്രസ്ഥാനത്തിന് നോക്കൂ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എനിക്ക് ഈ കാര്യത്തിൽ എനിക്ക് ഇവരെക്കാളും ബഹുമാനം SDPIക്കാരോടുണ്ട് കേട്ടോ. അവർക്ക് ആ പറയുന്ന കാര്യമാണ് അവർ ചെയ്യുന്നത്. അവര് കുഴപ്പക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ കുഴപ്പം കാണിക്കുന്നത്. ഇവർക്ക് അവരുടെ നിലപാടിൽ ഉറച്ചു നിന്ന് അവർ ചെയ്തുകൂടെ? അവർ വലിയ പുരോഗമന പ്രസ്ഥാനമാണെന്ന് ഒരു വശത്ത് പറയുന്നു, എന്നിട്ട് മറുവശത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആശയത്തിൽ നിന്ന് എങ്ങനെ വേണോ വ്യതിചലിച്ച് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു. ഞാൻ അതാണ് പറഞ്ഞത്, ഞങ്ങളിപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്നത് CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ആ പ്രസ്ഥാനത്തിന്റെ ആത്മാവിനോട്, പ്രേതത്തിനോടാണ് ഞങ്ങളിപ്പോൾ പോരാടുന്നത്. കാരണം ആ പ്രസ്ഥാനം ഇപ്പോൾ ഇല്ല, അതിന്റെ പേരും ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ഇപ്പോ നേരത്തെ പറഞ്ഞല്ലോ യുവജനങ്ങളുടെ പ്രതിനിധിയല്ല അമ്മമാരുടെ പ്രതിനിധിയാണെന്ന്. യുവരാജേട്ടൻ വന്നപ്പോ ഓടി വന്ന ഒരു അമ്മയുണ്ട് നമുക്കൊപ്പം. എന്താണ് യുവരാജേട്ടനെ കുറിച്ച് പറയാനുള്ളത്? വോട്ട് കൊടുക്കണം എന്ന് ഞാൻ അപ്പം ചിന്തിക്കുന്നു. നമ്മുടെ അമ്മ നല്ല ഒരു അമ്മനാണ്, നല്ല ഒരു ആദ്യ കൊണ്ട് പോണ അണ്ണന്. നമ്മൾ ഒരാളും ഇങ്ങനെ പോയിട്ടില്ല. നമ്മൾ അണ്ണന് ഒരു വോട്ട് കൊടുക്കണം. അമ്മമാര് തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും വലുതല്ലേ? ഞാൻ പര്യടനം നടക്കുന്ന മരിച്ചപ്പോൾ ഈ അണ്ണൻ വന്നിട്ടുണ്ട്. എൻ്റെ വേറെ ഒരു പാർട്ടിക്കാരും വന്നിട്ടില്ല. എൻ്റെ മാമൻ മരിച്ചപ്പോൾ എൻ്റെ മോക്ക് അങ്ങേയുടെ അവാർഡ് ഗാനം കൊണ്ട് കൊടുത്തു. ഞാൻ ഈ മണ്ഡലത്തിൽ ഏതാണ്ട് ഒരു 3000-ലധികം വീടുകളിൽ നേരിട്ട് പോയിട്ടുണ്ട് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ ഇത്രയും വീടുകളിൽ പോവുക എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് തോന്നും വെറുതെ അങ്ങ് വീട്ടിൽ പോയാൽ മതിയല്ലോ എന്ന്. അതിനകത്ത് വലിയൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്. എന്താ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്താണെന്നറിയാമോ? നമ്മൾ ഈ വീടുകളിൽ പോകുമ്പോൾ അവർ നമ്മളോട് ഒരുപാട് ആവശ്യങ്ങൾ പറയും. ന്യായമായ ആവശ്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അപ്പൊ അവർക്കറിയാം ഞാൻ അതിനൊരു പരിശ്രമമെങ്കിലും നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. ആ ഒരു ജെനുവിനായ പിന്തുണ നമുക്ക് ലഭിക്കും. അങ്ങനെ തന്നെയാണ് നെടുമങ്ങാടിന്റെ ഹൃദയം തൊട്ടറിഞ്ഞ് നെടുമങ്ങാട് ജനങ്ങളുടെ ആ വികാരങ്ങളെല്ലാം ഉൾക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നെടുമങ്ങാട് സ്ഥാനാർത്ഥിയായിട്ടുള്ള യുവരാജ് ഗോകുൽ ഇത്തവണ പോരാടുന്നത്. അത് ഇടത് വലത് മുന്നണികൾക്ക് വലിയ ഭീഷണി തന്നെയാണ്. എന്തായാലും ബാലറ്റ് എണ്ണുമ്പോൾ ആ ഭീഷണിയൊന്നും അല്ല, നമ്മൾ ജയിച്ചിട്ടുണ്ട്. അതിനകത്ത് വേറെ ഒന്നുമില്ല. അവർക്ക് അങ്ങനെ ഭീഷണിയായിട്ടൊന്നും അല്ല, നമ്മൾ ജയിച്ചു കഴിഞ്ഞു. നമ്മൾ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് യുവരാജ് ഗോകുലിന്റെ ഉറച്ച വിശ്വാസം.